ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. 2007 മോഡൽ വണ്ടിയാണ്. വണ്ടി ഏകദേശം കിലോമീറ്റർ 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2,84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സർവീസ് ഉണ്ട്. അതുപോലെ ക്ലച്ച് നല്ല ടൈറ്റ് ഉണ്ട്. പെഡൽ നമ്മൾ ചവിട്ടുമ്പോൾ ഹെവി ആയിട്ട് ടൈറ്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ലോഡ് കൊടുക്കേണ്ടി വരും. അതുമാത്രമല്ല, നമ്മൾ ഗിയർ ഇട്ടിട്ട് മൂവ് ചെയ്യുമ്പോൾ ബാക്കിൽ നിന്നൊരു കട്ട 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 എന്നൊരു സൗണ്ട് വരുന്നുണ്ട്. കാണിച്ചിട്ടാ ഞാൻ കണ്ട കേൾക്കണില്ലേ? ഈ സൗണ്ട് നമുക്ക് റണ്ണിങ്ങിൽ ആക്സിലറേഷൻ വിട്ടെടുക്കുമ്പോൾ ഹെവി ആയിട്ട് സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, റണ്ണിങ്ങിൽ വലിയ ബോഡി വൈബ്രേഷൻ ഇല്ലെങ്കിലും നമ്മൾ ഐഡിലിങ്ങിൽ വിടുമ്പോൾ നമ്മൾ ഗിയറിലിട്ടിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ന്യൂട്രലാക്കി വിടുമല്ലോ. ആ ന്യൂട്രലാക്കി വിടുന്ന സമയത്ത് ബോഡി ശരിക്കും പറഞ്ഞാൽ ബ്രൂന്നാ പറയ്ക്കുന്നത്. നല്ല പറയലാണ്, നല്ല പറയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പേടിച്ചു പോകും. അത്രയും ഒരു വിറയൽ അതിനകത്തുണ്ട് ന്യൂട്രലിൽ ഇടുമ്പോൾ. റണ്ണിങ്ങിൽ അങ്ങനെ വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല, എന്നാലും വൈബ്രേഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് അത്രയ്ക്ക് വലുതായിട്ട് അത് ഫീൽ ചെയ്യുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ആ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു 60-70 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് കിടന്നിട്ട് ഇങ്ങനെ ആടുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് ബ്രേക്ക് ഡിസ്ക് അന്യൂനായിട്ടുള്ള തേയ്മാനം കൊണ്ട് വരുന്നതാണ്. അതുപോലെ പെഡലും ഇങ്ങനെ മുകളിലേക്കും താഴേക്കും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2007 മോഡൽ വണ്ടിയാണ്. ടെസ്റ്റ് വർക്ക് ഉണ്ട്. നമുക്ക് ബോഡി വർക്കും പെയിൻറ്റിങ് വർക്കും ഇതിനകത്തുണ്ട്. അതും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്. ടെസ്റ്റ് വർക്ക് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് മേജറായി ചെയ്യാനുള്ള ഫ്രണ്ട് ബമ്പർ പെയിൻ്റ് അടിക്കാനുണ്ട്. അതുപോലെ 2 ഹെഡ്ലൈറ്റുകൾ മാറാനുണ്ട്. അതുപോലെ ബോണറ്റ് നല്ല ഡെൻ്റ് ഉണ്ട്. ഈ ഭാഗത്ത് നല്ല ഡെൻ്റ് ഉണ്ട്. ആ ഡെൻ്റ് നിവർത്തിയിട്ട് വേണം നമുക്ക് ബോണറ്റ് പെയിൻറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ ഫുൾ ബോഡി അടിക്കുന്നില്ല, ഏകദേശം പെയിൻ്റ് ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് നമുക്ക് റബ്ബിംഗ് പോളിഷ് അടിച്ചാൽ മതി. ഏകദേശം ബോണറ്റ് അടിക്കണം, ഫ്രണ്ട് ബമ്പർ അടിക്കണം. അതുപോലെ ഇതൊക്കെ നല്ല സൗണ്ട് വരുന്നുണ്ട്. ഉണ്ടോ? തകരത്തിൻ്റെ സൗണ്ട് വരുന്നുണ്ട്. ഉള്ളിൽ ഈ ഇൻഡിക്കേറ്ററൊക്കെ വിട്ട് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ സൗണ്ട് ഹെവി ആയിട്ട് വരുന്നുണ്ട്. ബമ്പർ സീറ്റിംഗ് അല്ല, അലൈനല്ല. അപ്പോൾ അത് നമുക്ക് പക്ക അലൈൻ ചെയ്തിട്ട് റെഡിയാക്കാനുണ്ട്. പിന്നുള്ളത് റിയറിലെ ബമ്പർ കോർണർ രണ്ടും അടിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ അവിടെ നല്ല സ്ക്രാച്ച് ഉണ്ട്. പിന്നെ ഡിക്കിയൊന്നും വലിയ കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് ഓവർ ചെയ്യാനായിട്ടാണ്, ഫുള്ളായിട്ട് നമ്മൾ അടിക്കുന്നില്ല, മേക്ക് ഓവർ ചെയ്തിട്ട് ചെയ്യാനായിട്ട്. അതുപോലെ ഈ ഭാഗത്ത് നല്ലോണം പുട്ടിയൊക്കെ ഇളകി വന്നിട്ടുണ്ട്, അത് നമുക്ക് ചെയ്യണം. ആ ബോഡി വർക്ക് നമുക്ക് കാണുന്ന ഈ പാച്ചുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫുള്ള് അടിക്കാതെ കാണുന്ന പാച്ചുകൾ കംപ്ലീറ്റും ചെയ്ത് ഒന്ന് പെയിൻറ്റ് ചെയ്യാനുണ്ട്, ടിങ്കറിങ് ഉണ്ട്. അതുപോലെ നമുക്ക് മെക്കാനിക്കൽ വർക്കുകളും ഉണ്ട്, സർവീസ്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ആ സൗണ്ടുകളാണ് മെയിനായിട്ട് ഇറിറ്റേറ്റ് ആവുന്നത്. ആ ബോഡിയുടെ വൈബ്രേഷൻ, ആ വൈബ്രേഷൻ നിന്നാൽ തന്നെ ഏകദേശം നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ എന്തായാലും നമുക്ക് ലിഫ്റ്റിൽ കയറ്റിയിട്ട് ഞാൻ ഇതിൽ എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതിൻ്റെ വൈപ്പ് റാം കംപ്ലയിൻ്റ് ഉണ്ട്. കണ്ടില്ലേ? ഫുള്ള് കംപ്ലയിൻ്റ് ആണ്. വൈപ്പ് റാം ലിങ്കേജ് കംപ്ലയിൻ്റ് ആയിട്ട് ഷെയ്ക്ക് ആവുന്നതാണ് അത്. പിന്നെ അതുപോലെ നമുക്ക് AC-യുടെ വെൻറ്റുകൾ കംപ്ലീറ്റും മാറാനുണ്ട്. AC-യുടെ വെൻറ്റുകൾ കംപ്ലീറ്റും പൊട്ടി നിൽക്കുകയാണ്. ഒക്കെ ടാഗിട്ട് കെട്ടി അങ്ങനെ നിൽക്കണം. അതുപോലെ ടോപ്പിൽ ഇൻഡിക്കേറ്റർ, മൊത്തത്തിൽ വണ്ടി ഒന്ന് വലിയ കുട്ടപ്പനല്ലെങ്കിലും ഒന്ന് മെക്കാനിക്കൽ വർക്ക് കുട്ടപ്പനാക്കി. ബാക്കി ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഇതുകളുണ്ട്. അതൊന്നും നമ്മൾ മേജറായിട്ടൊന്നും ചെയ്യുന്നില്ല, പക്ഷേങ്കിൽ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. ടെസ്റ്റ് വർക്കുമാണ്. പിന്നൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC-യുടെ സ്പീഡ് എന്ന് പറഞ്ഞിട്ട് 1, 2, 3 അത് ഒരേ നോർമൽ സ്പീഡും, അതുപോലെ 4th പിന്നെ ഹൈ സ്പീഡ് വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് നോക്കാണ്ട്. AC-യുടെ കൂളിംഗ് കുറവാണ്, അതും നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. എന്തായാലും നമുക്ക് ലിഫ്റ്റിൽ കയറ്റിയിട്ട് ഞാൻ എന്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം. വണ്ടി നമ്മുടെ കുന്നംകുളത്തുള്ള ജോഷിയേട്ടെന്ന് പറയും. നമുക്ക് യൂട്യൂബിൽ തന്നെയാണ് പരിചയം, അല്ലാതെ നേരിട്ട് കണ്ടിട്ടുള്ള പരിചയമില്ല. യൂട്യൂബിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നതാണ്. കുന്നംകുളമാണ് വീട്, ജോഷിയേട്ടെന്ന് പറയും. അപ്പോൾ എന്തായാലും നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫുള്ളായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് കംപ്ലയിൻ്റ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ചെയ്തു വിടാം. നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടുന്നത്, നമ്മളിങ്ങനെ ആക്സിലേഷൻ, വണ്ടി റണ്ണിങ്ങിലാണ്, ആക്ഷൻ കൊടുത്തു വിടുമ്പോൾ കടക്കുന്ന സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? അത് ഹെവി നോയ്സാണത്. ഏതൊരു സ്റ്റാർ ജോയിൻറ്റ് പോയമാതിരിയുള്ള സൗണ്ടാണ് കിട്ടുന്നത്. സ്റ്റാർ ജോയിൻറ്റ് പോയാലും ഈ സെയിം സൗണ്ട് കിട്ടും. അതുപോലെ തന്നെ ക്രൗണും പിനിയനും തമ്മിലുള്ള ഗ്യാപ്പ്, തേയ്മാനം കൂടുമ്പോഴും ഈ സെയിം സൗണ്ട് തന്നെയാണ് കിട്ടുന്നത്. അത് നമുക്ക് എന്തായാലും പൊക്കി നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അത് മാത്രമല്ല, ഗിയർ ബോക്സ് ഇറക്കാനുള്ളത് കൊണ്ട് നമുക്ക് എന്തായാലും പ്രൊപ്പലർ ഷാഫ്റ്റ് അഴിക്കുക തന്നെ വേണം. ആ സമയത്ത് എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുകയും ചെയ്യാം. ചെറിയ പ്ലേ ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ആ സെൻട്രൽ ബോൾട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ശരിയാവും. ഇനിയിപ്പോൾ നല്ല ഷെയ്ക്കാണ്, ക്രൗണും പിനിയുണ്ട് കേട്ടോ.
നല്ല ഷെയ്ക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് അഴിച്ച് തന്നെ നോക്കണം. അഴിച്ച് നോക്കിയിട്ട് വേണം പിന്നെ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വിട്ടിട്ട് ന്യൂട്രൽ വിടുമ്പോണ്ടല്ലോ ബോഡി നല്ല വൈബ്രേഷനാണ്. എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അലൈനായിട്ടല്ല പ്രൊപ്പല്ലർ ഷാഫ്റ്റ് തിരിയുന്നത്. പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ജമ്പ് ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ അൺഈവനായിട്ട് ആകുമ്പോഴാണ് ഈ കംപ്ലൈൻറ്റ് നമുക്ക് കൂടുതലായിട്ടും കിട്ടുന്നത്. പിന്നെ സസ്പെൻഷൻ നോയ്സ് ആയിട്ട് നമുക്ക് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇന്നോവയ്ക്ക് പൊതുവേ സസ്പെൻഷൻ നോയ്സ് അങ്ങനെ നമുക്ക് കിട്ടാറില്ല. വണ്ടിക്ക് ചെറിയ ചെറിയ കംപ്ലൈൻറ്റ് കാണിക്കുന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ച് പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ ജമ്പ് ചെയ്യും, അങ്ങനെയുള്ളൊരു കംപ്ലൈൻ്റ് അല്ലാണ്ട് സസ്പെൻഷൻ കംപ്ലൈൻ്റ് ആയാലും ഒരു സൗണ്ട് മറ്റുള്ള വണ്ടി മാരുതിയുടെ വണ്ടികളൊക്കെ കിട്ടുന്ന പോലെ കടപെട്ട എന്നുള്ളൊരു സൗണ്ട് ഇതിനകത്ത് വരില്ല ഇന്നോവയ്ക്ക്. ഇന്നോവ ആയിക്കോട്ടെ ഫോർച്യൂണർ ആയിക്കോട്ടെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് പോയാലും എന്ത് പോയാലും അങ്ങനെ പെട്ടെന്ന് സൗണ്ടായിട്ട് നമുക്ക് കിട്ടില്ല. സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ അല്ലെങ്കിൽ സൈഡ് പുള്ളിങ് അങ്ങനെയുള്ള കംപ്ലൈൻ്റ് ആയിട്ടേ നമുക്ക് കിട്ടുള്ളൂ. ആ വൈബ്രേഷൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ ഗിയറിലിട്ട് പോകുമ്പോൾ ക്ലച്ച് ചവിട്ടുമ്പോഴും നല്ല വൈബ്രേഷൻ ഉണ്ടോ, അതല്ല ബാക്കൊക്കെ കടന്ന് കുലുങ്ങാണ്. നല്ല സൗണ്ടും ഉണ്ട്. സൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബോഡി വൈബ്രേഷൻ കൊണ്ട് വരുന്ന സൗണ്ടാണ്. നമ്മൾ ആക്സിലേഷൻ കൊടുത്തിട്ട് ക്ലച്ച് ചവിട്ടുമ്പോൾ നമുക്ക് ആ സൗണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ന്യൂട്രൽ ആക്കണമെന്നില്ല. നല്ല വൈബ്രേഷൻ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, ലിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളത്. മെയിനായിട്ട് സ്റ്റാർ ജോയിൻറ്റ് പോയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഈ കംപ്ലൈൻറ്റ് വരുന്നത്. അണ്ടർബോഡി ഇപ്പോൾ പൊക്കിയിട്ടുണ്ട്. പൊക്കിയിലിപ്പോൾ സസ്പെൻഷൻ പാർട്സ് വലിയ കുഴപ്പമില്ല, വേറെ ബോൾ ജോയിൻറ്റ് ഷേക്ക് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ലോവർ ആമിൻ്റെ ബുഷ് ഇതിനകത്ത് കട്ടായി കിടക്കുന്നുണ്ട്. ലോവർ ആമിൻ്റെ ബുഷ് ഇതിൽ കട്ടായി കിടക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് അഴിച്ചാൽ തന്നെ പക്കയായിട്ട് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ ഈ സൈഡും ഈ രണ്ട് സൈഡിലും ക്രാക്ക് ഉണ്ട്. അപ്പോൾ ലോവർ ആമിൻ്റെ ബുഷ് കിറ്റ് നമുക്ക് മാറ്റണം പറയുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലാണ് അലൈൻമെൻറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ ബുഷ് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് അലൈൻമെൻറ്റ് കിട്ടില്ല. എത്രത്തോളം വെച്ചാലും നമുക്ക് അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ ഇതിൻ്റെ അപ്പർ ബോൾ ജോയിൻ്റ് ഒക്കെ മാറിയിട്ടുണ്ട്, ഈ ഒരു സൈഡ് മാറിയിട്ടുണ്ട് അപ്പർ ബോൾ ജോയിൻ്റ്. ഇപ്പോൾ നമുക്ക് ബ്രേക്ക് കൂടെ അഴിച്ച് നോക്കണം. പിന്നെ നമുക്ക് മെയിൻ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നതിനകത്ത് വൈബ്രേഷനാണ്, ബോഡി വൈബ്രേഷനാണ്. ഇത് ഒന്ന് ഗിയർ ബോക്സിൻ്റെ ബെഡ് ഇത് മൊത്തം പോയി കിടക്കുകയാണ്, ഇതിനകത്ത് മൊത്തം താന്ന് പോയി കിടക്കുകയാണ്. ഇതിനുള്ള മെയിൻ വൈബ്രേഷൻ ഉണ്ടായിരുന്നത് ഇതുണ്ടോ, ഞാൻ പറഞ്ഞില്ല സ്റ്റാർ ജോയിൻ്റ് കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. ഇതുണ്ടോ മൊത്തം പൊട്ടി ക്രാക്ക് ആയിരിക്കുകയാണ്, കണ്ടില്ലേ. ഈ സ്റ്റാർ ജോയിൻ്റ് പോയത് കൊണ്ടാണ് ബോഡി അത്രത്തോളം വൈബ്രേഷൻ അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കസ്റ്റമർ പറഞ്ഞത് ബോഡി മൊത്തം വൈബ്രേഷൻ, ബോഡി പാഡുകളൊക്കെ അഴിച്ച് റീസെറ്റ് ചെയ്യണം എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വൈബ്രേഷൻ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി വൈബ്രേഷൻ പക്കയായിട്ട് നിൽക്കും. അപ്പോൾ ഈ സ്റ്റാർ ജോയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അത് ഞാൻ അഴിച്ചിട്ട് കാണിച്ചാൽ അതിനുള്ളിൽ ബോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല, അതിനകത്ത് കംപ്ലീറ്റും പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും വൈബ്രേഷൻ അതിനകത്ത് വന്നത്. പിന്നെ ബാക്കിൽ സ്റ്റാർ ജോയിൻറ്റും അതേപോലെ ഷേക്ക് ഉണ്ട് ഇതിനകത്ത്. ആ സൗണ്ട് ഞാൻ ആക്സിലേഷൻ കൊടുത്ത് വിടുമ്പോൾ സൗണ്ട് കിട്ടിയതും ഇതിൻ്റെ തന്നെയാണ് കേട്ടോ. ആ വൈബ്രേഷനും ആ സൗണ്ടും എല്ലാം കസ്റ്റമറുടെ മെയിൻ കംപ്ലൈൻറ്റ്, 2 കംപ്ലൈൻറ്റാണ് പറഞ്ഞത്. ആ 2 കംപ്ലൈൻറ്റും ഈ ഒരു പ്രശ്നം കൊണ്ടാണ് വന്നിരിക്കുന്നത്. വേറെ സസ്പെൻഷൻ പാർട്സോ അല്ലാന്നുണ്ടെങ്കിൽ ഡിഫറൻസിലൊന്നും കുഴപ്പമില്ല, കറക്റ്റ് പ്ലേ തന്നെയാണ്. ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും നമുക്ക് ചെറിയൊരു ടൈറ്റ് ഇതിനകത്ത് വെച്ച് കൊടുത്താൽ ആ സൗണ്ടും കൂടെ ഇതിനകത്ത് നിൽക്കും, കുഴപ്പമുണ്ടാവില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോക്കിൻ്റെ ബുഷ് മാറണം. ഇതിൽ കിടക്കുന്ന മോണ്ടോയുടെ ഷോക്കാണ്, ഇതിന് കുഴപ്പമൊന്നുമില്ല, ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഷോക്കിൻ്റെ 2 ബുഷ് നമുക്ക് ഇതിനകത്ത് മാറ്റി വിടാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അത് ബൾജായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ ലാക്ടോയുടെ ബുഷും ഒരുപാട് വലിയ ബുഷ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. അതും നമുക്കിതിൽ ക്ലിയർ ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ 4 ബ്രേക്കൊന്ന് അഴിച്ച് നോക്കണം. പിന്നെ ആംബുഷ് കുഴപ്പമില്ല, ഇതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് ഷാഫ്റ്റ് ചെയ്യണം. ഷാഫ്റ്റ് ചെയ്യണം, ആ സൗണ്ട് കംപ്ലീറ്റ്. പിന്നെ ക്ലച്ച് സെറ്റ് മാറണം, അതുപോലെ ഗിയർ ബോക്സ് മൗണ്ടും മാറണം. പിന്നെ ലോവർ ആമിൻ്റെ ബുഷ് കിറ്റ് മാറണം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ 4 ബ്രേക്കും കൂടെ അയച്ചിട്ട് നമുക്ക് നോക്കാം ബ്രേക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളുണ്ടെന്നുള്ളത്. ബ്രേക്കും കൂടെ അയച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നുള്ളത് എഞ്ചിൻ ഓയിൽ ലീക്കാണ്. അത് ഓയിൽ ലീക്ക് വാൾ കവറിനാണ് വരുന്നത്. വാൾ കവർ അസംബ്ലി തന്നെ മാറണം. അത് നമുക്ക് അവൈലബിൾ ഉണ്ടോയെന്ന് നോക്കിയിട്ട് അതിനകത്ത് ചെയ്യാം. കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ലോവർ ആമിൻ്റെ ബുഷ് കിറ്റാണ്. ഇത് ഫെബ്രുവരിൻ്റെ എടുത്തിരിക്കുന്നത് 3004 രൂപ MRP വരുന്നുണ്ട്. കംപ്ലീറ്റ് ബുഷും ഇതിനകത്ത് തന്നെ നമുക്ക് ലോവർ ആമിൻ്റെ അപ്പർ ആമിൻ്റെ ബാലൻസ് റോഡിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ ബുഷ് കിറ്റ് കംപ്ലീറ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക് പാഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. TBSൻ്റെ ആണ് 1600 രൂപ MRP. അതുപോലെ റിലീസ് ബെയറിങ് 1495 രൂപ വരുന്നുണ്ട്, MRP ആണ്. പിന്നെ അതുപോലെ ഇതാണ് ഗോഗോഡയാണ് നമ്മൾ സ്റ്റാർ ജോയിൻ്റ് എടുത്തിരിക്കുന്നത്. നമ്മൾ കൂടുതലും ഗോഗോഡയാണ് ഇടുന്നത്. അപ്പോൾ 2 സ്റ്റാർ ജോയിൻ്റ് അതിനകത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ ഫിൽറ്റർ വന്നിട്ട് നമ്മൾ ഒറിജിനൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ടൊയോട്ടയുടെ ഓയിൽ ഫിൽറ്റർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ
ഇതും സ്റ്റാർ ജോയിൻറ്റ് 3 സെറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററിയുടെ ക്ലാമ്പാണ് ഇത്, നമ്മൾ മാറ്റുന്നുണ്ട്. ഫെൻഡറിലെ ഇൻഡിക്കേറ്റർ മാറ്റുന്നുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ റൂഫ് ടോപ്പ് നമ്മളിതിനകത്ത് മാറ്റുന്നുണ്ട്. ഇതാണ് റൂഫ് ടോപ്പ്. അതുപോലെ ഗ്ലാസ് വൈൻഡർ മാറ്റുന്നുണ്ട്. അത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതിനകത്ത്. പിന്നുള്ളത് ഇനി കുറച്ച് സാധനങ്ങളും കൂടെ ഇതിനകത്ത് വരാനുണ്ട്. ഇപ്പോൾ വന്ന സാധനം മാത്രമാണ് ഇതിന് നമുക്ക് ചെയ്യാനിപ്പോൾ. ലോവർ ആമും ഫ്രണ്ട് ബ്രേക്കും ഡിസ്ക് ബ്രേക്കും ബാക്കിലെ ഡ്രമ്മും അയച്ചിട്ട് നമുക്ക് പോളിഷ് ചെയ്യാൻ കൊടുക്കുക. അതുപോലെ ബുസ്കിറ്റുകൾ കംപ്ലീറ്റും പ്രസ് ചെയ്തെടുക്കുക. അപ്പോഴത്തേക്കും മറ്റുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതും കൂടെ നമുക്ക്. ഇപ്പോൾ നമ്മൾ ഇതിന്ന് അഴിച്ചെടുത്ത ക്ലച്ച് സെറ്റ്, ഇത് കമ്പനി ഏതാണെന്ന് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. എന്താ വെച്ചാലും ഭയങ്കര ഹാർഡാണ്, തുരുമ്പ് പിടിച്ചിട്ട് മൊത്തം ഇതായിരിക്കണം. അതുകൊണ്ടാണ് ആ ഫിംഗർ ടൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് പെഡലിലേക്കും അത്രത്തോളം ഹാർഡ്നെസ് അതിനകത്ത് കിട്ടിയത്. ക്ലച്ച് പ്ലേറ്റ് കുറച്ചുകൂടെ ഉണ്ട്, ഓടാനുണ്ട്. അങ്ങനെ ഒരു തേയ്മാനം ഇതിനകത്ത് വന്നിട്ടില്ല. എങ്കിലും നമ്മൾ ആ സെറ്റ് മാറുമ്പോൾ ഇതും കൂടെ കൈയോടുകൂടി മാറ്റി വിടുന്നത്. ഇത് XTD ആണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വാല്യൂയുടെ ക്ലച്ചാണ്. ഒന്നുകൂടെ സ്മൂത്ത് ഉണ്ടാവും അതിനകത്ത്. റിലീസ് ബെയറിങ്ങും അതുപോലെ തന്നെ നല്ല സൗണ്ടും അതുപോലെ തന്നെ ഷേക്കും ഇതിനകത്ത് ഉണ്ട്. അത് നമുക്ക് കൈയോടെ റിലീസ് ബെയറിങ് മാറ്റാം. അതാണ് ഇപ്പോൾ പുതിയ ക്ലച്ച് സെറ്റ് വരുന്നത് വാല്യൂയുടെ. എന്നാലും നമുക്കിത് അതിനകത്ത് കയറ്റാം. അതുപോലെ തന്നെ ഫ്ലൈ വീല് നമ്മൾ ഫുള്ളും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അതുപോലെ ബെയറിങ് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആ ബെയറിങ് അതിനകത്ത് തന്നെ യൂസ് ചെയ്യാം. ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ക്ലച്ച് പ്ലേറ്റ് പ്രഷർ പ്ലേറ്റ് ഒന്ന് തിന്നറിട്ട് ഒന്ന് കഴിയതിന് ശേഷം തുടച്ചതിന് ശേഷം ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ഒരു സ്റ്റാർ ജോയിൻ്റാണ് നമുക്ക് ഹെവി ആയിട്ട് പൊട്ടിപ്പോയി കിടക്കുന്നത്, മനസ്സിലായോ? എന്തായാലും സ്റ്റാർ ജോയിൻറ്റ് കംപ്ലീറ്റ് നമുക്ക് ഇതിനകത്ത് മാറാം. ഇല്ലായിരുന്നു കഴിഞ്ഞാൽ എന്തായാലും സൗണ്ട് വരും. ഫ്രണ്ടിലും ചെറിയൊരു ഷേക്ക് ഉണ്ട്, അതുപോലെ ബാക്കിൽ ഷേക്ക് ഇല്ല എങ്കിലും നമുക്ക് മാറുമ്പോൾ ഫുൾ സെറ്റോട് കൂടി തന്നെ സ്റ്റാർ ജോയിൻറ്റുകൾ കംപ്ലീറ്റ് മാറാം. അപ്പം ലൈഫ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കും അതിനകത്ത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് പോയതാണ്. ഇത് മാറുമ്പോൾ തന്നെ നമ്മുടെ ആ ബോഡിയുടെ വൈബ്രേഷൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറും. നമ്മളിതിൻ്റെ ലോവർ ആം അഴിച്ചിട്ടുണ്ട്, കണ്ടില്ലേ ഇത്രത്തോളം കട്ടായി നിൽക്കുകയാണ് അതിനകത്ത്, അതല്ലേ. അതുപോലെ തന്നെ എല്ലാ ബുഷും ഇതിനകത്ത് കട്ടാണ്. ഇനിയിപ്പോൾ അപ്പർ ആം ബുഷ് നമുക്ക് അഴിക്കാനുണ്ട്. മൊത്തം അഴിച്ചിട്ടൊന്ന് നമുക്ക് ഇതിൻ്റെ ബുഷ്കിറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറാം. കംപ്ലീറ്റ് ബുഷും പ്രസ് ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും മാറും. നമ്മളിപ്പോൾ ലോവർ ആമിൻ്റെയാണ് മെയിനായിട്ട് കൂടുതലും പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ലോവർ ആമിൻ്റെ അപ്പർ ആമിൻ്റെയും ബുഷ്കിറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറി. എന്താ വെച്ച് കഴിഞ്ഞാൽ ബുഷ്കിറ്റ് നമുക്ക് സെറ്റോട് കൂടിയിട്ടാണ് വരുന്നത്, എല്ലാം കൂടിയിട്ട് കട്ട് ബുഷും കാര്യങ്ങളെല്ലാം കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ സെറ്റ് മാറാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കാലിപ്പർ പിൻ സെറ്റും കംപ്ലൈൻറ്റ് ഉണ്ട്, കണ്ടില്ലേ. അകത്ത് തുരുമ്പ് പിടിച്ചിട്ട് അതിൽ ഒരു ബൂട്ട് വരും അതിനകത്ത്. ആ ബൂട്ടൊന്നും അതിനകത്തില്ല. അപ്പോൾ ആ കാലിപ്പർ പിൻ സെറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്, TVSൻ്റെയാണ് മേടിച്ചിരിക്കുന്നത്. അതും കൂടെ അതിനകത്ത് ചേഞ്ച് ചെയ്താൽ ക്ലിയർ ആവുള്ളൂ. എന്നാലും നമുക്ക് ഇതെല്ലാം ഒന്ന് അതിനകത്ത് സെറ്റ് ചെയ്യാം. ഇവിടെ വർക്ക് ഏകദേശം ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മെക്കാനിക്കൽ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ചെയ്തത് ലോവർ ആമും അപ്പർ ആമിൻ്റെ ബുഷ്കിറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് ഒരെണ്ണം മാറിയിട്ടുണ്ട്. അതുപോലെ കാലിപ്പറിൻ്റെ പിൻ കിറ്റ് സെറ്റോടുകൂടി മാറ്റിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിസ്ക് പോളിഷ് ചെയ്തിട്ടുണ്ട്. പിന്നുള്ളത് നമ്മൾ ക്ലച്ച് സെറ്റ് ഇതിനകത്ത് മാറി. ക്ലച്ച് സെറ്റ്, റിലീസ് ബെയറിങ്, ക്ലച്ച് പ്ലേറ്റ് കംപ്ലീറ്റ് സെറ്റോട് കൂടി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയർ ഓയിൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 സ്റ്റാർ ജോയിൻറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഗോഗോൻ്റെ സ്റ്റാർ ജോയിൻ്റാണ് അതിനകത്ത് കയറ്റിയിരിക്കുന്നത്, അല്ലേ. ഇത് 2, ഇതൊന്ന് 3 സ്റ്റാർ ജോയിൻറ്റ് ഇതിനകത്ത് മാറിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബ്രേക്ക് ഷൂ ആണ്. ബ്രേക്ക് ഷൂ മാറിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബാക്കിൽ വരുന്ന സ്പ്രിംഗ് കിറ്റ്, ലോക്ക് കിറ്റുകൾ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് അതിനകത്ത്. പിന്നെ അതുപോലെ ഡിഫറൻഷ്യൽ ഓയിലും ഇതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഷോക്കിൻ്റെ ബുഷും ഇതിൻ്റെ ബുഷ് ലാക്ടോട്ടിൻ്റെ ബുഷും ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. ബാക്കി എല്ലാ വർക്കും ഇതിനകത്ത് കംപ്ലീറ്റ് ആണ്. അതുപോലെ തന്നെ ഗിയർ ബോക്സ് ബെഡ് നമ്മൾ ഇതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഓടിച്ച് നോക്കിയാൽ നമുക്ക് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് അറിയുള്ളൂ. ഇനി നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് ഒന്നുകൂടെ കയറ്റിയിട്ട് നോക്കാം. ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. ടൈറ്റ് ചെയ്തോ. സാറേ, ഇതിൻ്റെ അണ്ടർ കോട്ട് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഏകദേശം ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് അടിക്കുന്നുണ്ട്. ആ പാച്ചായ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഫൈനൽ പെയിൻറ്റ് മാത്രമേ കയറ്റാനുള്ളൂ. എന്തായാലും ഇന്ന് അല്ലെങ്കിൽ നാളത്തോടു കൂടി ഏകദേശം ഫിനിഷാവും കേട്ടോ. നമ്മുടെ ഇന്നോവയിലെ പാച്ച് എന്ന് പറഞ്ഞത് ബോണറ്റിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മളത് പ്രൈമർ അടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഹെഡ്ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് ബമ്പറിൻ്റെ കോർണർ, 2 കോർണർ, ആ ഫ്രണ്ട് ബമ്പർ നമ്മൾ ഫുള്ളായിട്ട് അടിക്കുന്നുണ്ട്. പിന്നെ ഫുള്ളായിട്ടൊരു പോളിഷിങ് ചെയ്യണത്. അതുപോലെ റിയർ ക്വാർട്ടർ പാനൽ, റിയർ ഡോറ്, അതുപോലെ റിയർ ബമ്പർ. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡ് അധികം അങ്ങനെയില്ല, ചെറിയ പാച്ചുകളേ ഉള്ളൂ. ആ പാച്ചുകൾ റണ്ണിങ് ബോർഡ് 2 റണ്ണിങ് ബോർഡും ഉണ്ട്. നമ്മൾ പ്രൈമർ അടിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് തേച്ച് കഴുകിയിട്ട് ഇനി ഒന്ന്
ഫൈനൽ പെയിൻറ്റും കൂടെ ഒന്ന് ടച്ച് ചെയ്യാനുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ ഇന്നോവയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ഇപ്പോൾ അത് പക്ക സ്മൂത്ത് ആയിട്ടുണ്ട്. നമ്മൾ ആക്സിലറേഷൻ ചവിട്ടുന്നത് പോലെ തന്നെ, ഞാൻ എന്നും പറയും പോലെ തന്നെ ആക്സിലറേഷൻ ചവിട്ടുന്ന ആ ഒരു ഫീല് മാത്രം, ആ ഒരു ടൈറ്റ് മാത്രമേ അതിനകത്ത് ഉള്ളൂ. അത്രയും സ്മൂത്ത് ആയിട്ടുണ്ട് മറ്റേ ക്ലച്ച് എന്ന് പറയുന്നത്. ഇന്നോവയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇതിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ച് വർക്ക് ചെയ്തു, ഷാഫ്റ്റിൻ്റെ സ്റ്റാർ ജോയിൻറ്റ് മാറി, അതിൽ ഫ്രണ്ടിലെ സസ്പെൻഷൻ കംപ്ലീറ്റ് മാറി, അതുപോലെ ബ്രേക്കിൻ്റെ എല്ലാം പാഡ്, ഷൂ അങ്ങനെയുള്ള എല്ലാ സാധനവും മാറ്റി, ഒരു സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റും മാറ്റിയിട്ടുണ്ട്. പിന്നെ ലോവർ ആമിൻ്റെ ബുഷ് കിറ്റ്, അതുപോലെ കംപ്ലീറ്റ് ബുഷ് കിറ്റുകളും നമ്മൾ ഫ്രണ്ടേജിലെ ബുഷ് കിറ്റും കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ക്ലച്ച് എന്ന് പറയുന്നത് പക്ക സ്മൂത്ത് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ചവിട്ടുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് ഇപ്പോഴും ക്ലച്ചിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. അത്രയും ഒരു ടൈറ്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പക്ക സ്മൂത്താണ്. അതുപോലെ തന്നെ വേറെ ഇറിറ്റേഷൻ ആയിട്ടുള്ളൊരു സൗണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളത് ഈ 5th ഗിയറിലും 3rd ഗിയറിലൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ നമ്മൾ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഇങ്ങനെ ആക്സിലേറ്റർ ഒന്ന് കാലെടുക്കുമ്പോൾ വണ്ടി കിടന്ന് അങ്ങനെ ഭയങ്കര കുറച്ചിലായിരുന്നു. ഭയങ്കര കുറച്ചിൽ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് തന്നെ ആകെ ഒരു അസ്വസ്ഥതയും ഭയങ്കര പേടിയും നമുക്ക് ഉണ്ടാവും. അത്രയും ബോഡി വൈബ്രേഷൻ. എന്താ വെച്ചാൽ അത് സ്റ്റാർ ജോയിൻ്റ് അത്രത്തോളം പോയത് കൊണ്ടാണ് ആ ഒരു വൈബ്രേഷൻ അതിനകത്ത് വന്നത്. അതുമാത്രമല്ല, നമ്മൾ ആക്സിലറേഷൻ ഇങ്ങനെ കാലെടുത്തിട്ട് ഒന്ന് കൊടുക്കുമ്പോൾ കട്ടക്ക് കട്ടക്ക് എന്ന് പറഞ്ഞിട്ടൊരു അടി ഞാൻ കേൾപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു അടിയും നല്ലവണ്ണം ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതും ഇപ്പോൾ കംപ്ലീറ്റ് സോൾവ് ആയിട്ടുണ്ട്. അത് മൊത്തം കംപ്ലൈൻ്റ് ആയിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാർ ജോയിൻറ്റിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് അത്രയും പ്രശ്നം ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ആ സ്റ്റാർ ജോയിൻറ്റ് കംപ്ലൈൻറ്റ് ആകുമ്പോഴത്തേക്കും വണ്ടി മൊത്തം ഒലഞ്ഞ പോലെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ സ്റ്റാർ ജോയിൻറ്റ് 3 മാറ്റിയിട്ടുണ്ട്. 2എണ്ണമാണ് മെയിനായിട്ട് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. ഒന്നും കൂടെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് കുറച്ചുകൂടെ ഓടിക്കഴിഞ്ഞാൽ, ഇത്രയും ലോങ് ഒന്ന് വന്നിട്ട് കുറച്ചുകൂടെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതും പോകുമ്പോൾ വീണ്ടും ആ കംപ്ലൈൻറ്റ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 സ്റ്റാർ ജോയിൻറ്റും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഗോഗോയുടെ സ്റ്റാർ ജോയിൻ്റാണ് ഇട്ടിരിക്കുന്നത്. അതിൽ തന്നെ ഗ്രീസ് നിപ്പിളും ഉണ്ട്. അപ്പോൾ ഒരു 5000-10,000 കിലോമീറ്റർ ഓടുമ്പോൾ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാർ ജോയിൻറ്റിന് ലൈഫ് കൂടുതൽ കിട്ടും. ഏകദേശം ഒരു 40,000 കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു 50,000 കിട്ടുന്നത് കുറച്ചുകൂടെ ഒരു 10,000-20,000 കിലോമീറ്റർ കൂടെ കൂടുതൽ ലാസ്റ്റ് ചെയ്യും നമ്മൾ ഗ്രീസ് അടിച്ച് കഴിഞ്ഞാൽ. ഏകദേശം ഒരു 5000-10,000 കിലോമീറ്റർ ആകുമ്പോൾ കറക്റ്റ് ഗ്രീസ് അടിച്ചാൽ മതി. കറക്റ്റ് സർവീസ് ചെയ്യുമ്പോൾ, ഓരോ വട്ടം സർവീസ് ചെയ്യുമ്പോൾ ആ ഗ്രീസ് നിപ്പിളിൽ ഗ്രീസ് അടിക്കണം എന്നാണ്. ആ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കംപ്ലൈൻറ്റ് കുറച്ച് കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സസ്പെൻഷൻ സൗണ്ട് ആയിട്ടൊന്നും ഇതിനകത്ത് നമുക്ക് അനുഭവപ്പെട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നോവയ്ക്ക് അങ്ങനെ സസ്പെൻഷൻ സൗണ്ട് കൂടുതലായിട്ടും വരില്ല, നമുക്ക് കേൾക്കില്ല. എത്രത്തോളം പൊട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും സസ്പെൻഷൻ സൗണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങ് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട്. പക്ഷേ സസ്പെൻഷൻ സൗണ്ട് ഒന്നും ഇല്ല. ഇനിയിപ്പോൾ വീൽ അലൈൻമെൻറ്റ് ഒന്ന് ചെയ്യണം. വീൽ അലൈൻമെൻറ്റ് ഇതിനകത്ത് ചെയ്തിട്ടില്ല. മേജർ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി വൈബ്രേഷനാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെറിയ കാര്യങ്ങളാണ്. ഈ പവർ വിൻഡോ വർക്കാവുന്നില്ല, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കി ഉണ്ടായിരുന്നത്. പിന്നെ ഒരു സീറ്റ് ബെൽറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ടെസ്റ്റ് വർക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബോഡി പെയിൻറ്റും ഫുൾ പെയിൻറ്റും പാച്ചും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് നമ്മൾ അങ്ങനെ ലാവിഷായിട്ടല്ല ചെയ്തിരിക്കുന്നത്, ടച്ചപ്പാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ അങ്ങനെയാണ് നമുക്ക് റിക്വസ്റ്റ് ചെയ്തത്. ഫുൾ പെയിൻറ്റോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതാക്കില്ല, ടെസ്റ്റ് കിട്ടുന്നത് പോലുള്ളൊരു വർക്കാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്തും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ് ബെഡും ഹെവി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് പൊട്ടി താഴെ നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സ് ബെഡും അതിനകത്ത് മാറ്റി ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടും നമുക്ക് ഒരു ഇടുപ്പ് വരാൻ സാധ്യതയുണ്ട്. ഈ ഇടുപ്പും അതുപോലെ വൈബ്രേഷനും വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ കംപ്ലൈൻറ്റ് കൂടെ നമ്മൾ ഇതിനകത്ത് സോൾവ് ചെയ്തിട്ട്, ഇനിയിപ്പോൾ ഇതിൽ ബെൻഡിങ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഷ് അടിക്കണം. പോളിഷ് അടിച്ചിട്ടില്ല. അതിന്ന് പോളിഷ് അടിക്കണം. നാളെ ഡെലിവറി കൊടുക്കണം വണ്ടി. അപ്പോൾ ഡെലിവറി ആകുമ്പോൾ അടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പോളിഷ് അടിക്കണം. ഇൻറ്റീരിയലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. ഇൻറ്റീരിയൽ മൊത്തം ഡസ്റ്റാണ്. അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്യണം. പോളിഷ് ഒന്ന് അടിക്കാനുണ്ട്. അത് മാത്രമുള്ള ബെൻഡിങ് ഉള്ളൂ. ബാക്കി എല്ലാ വർക്കും ഇപ്പോൾ ഇതിനകത്ത് ഫിനിഷ് ആയിട്ടുണ്ട്. ബാക്കി ക്ലച്ചിൻ്റെ ഭാഗവും എല്ലാം പക്കയാണ്. ഇപ്പോൾ നോർമലായിട്ട് തന്നെ ഇതാണ്. എന്താ വെച്ചാൽ നേരത്തെ ഭയങ്കര ഹാർഡായിരുന്നു. അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അതുപോലെ റഫ് റോഡിൽ ഓടിക്കുമ്പോൾ യാതൊരുവിധ ബുദ്ധിമുട്ടോ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി വീൽ അലൈൻമെൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്കൊരു ഗ്രിപ്പില്ലാത്ത മാതിരി ഒരു ഫീലിംഗ് ആണ്. നമ്മളിങ്ങനെ വണ്ടി കൈവിട്ട് ഓടിക്കുമ്പോൾ ചെറിയ കുണ്ടൊക്കെ ചാടുമ്പോൾ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി ഇളകി കളിക്കുക. എന്താ വെച്ചാൽ അലൈൻമെൻറ്റ് കറക്റ്റല്ല. നമ്മൾ ഇത്രയും സസ്പെൻഷൻ പാർട്സും അതിലൊരു സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് മാറിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് കറക്റ്റായിട്ട് ലെവലാകില്ല. എല്ലാവർക്കും ഇഷ്ടമല്ലെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ.